2026 ജൂൺ മാസ ആരംഭത്തോടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പാചകവാതക ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന വലിയ പരിഷ്കാരങ്ങളാണ് എണ്ണ കമ്പനികളും പെട്രോളിയം മന്ത്രാലയവും നടപ്പിലാക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നീ പ്രമുഖ LPG ബ്രാൻഡുകളുടെ ഉപയോഗത്തിലും ബുക്കിംഗിലും വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത പക്ഷം കണക്ഷൻ തന്നെ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. രാജ്യാന്തര തലത്തിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഭ്യന്തര വിപണിയിലെ വിതരണ ക്രമീകരണങ്ങളും മുൻനിർത്തിയാണ് കടുത്ത ഈ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്തുന്ന നിരവധി വ്യാജ പ്രചാരണങ്ങൾ ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ സജീവമാണെങ്കിലും യഥാർത്ഥ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ആധികാരികമായി പരിശോധിക്കേണ്ടതുണ്ട്. പലവിധ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വാർത്തകളിലും പ്രധാനമായും ഉയർന്നുകേട്ട ഒരാശങ്ക LPG സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനെടുക്കുന്ന സമയപരിധി മാറ്റി നിശ്ചയിച്ചു എന്നതായിരുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം കണക്ഷൻ എടുത്തവർക്കും അല്ലാത്തവർക്കും സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേളകളിൽ മാറ്റം വരുത്തിയെന്ന പ്രചാരണം ശക്തമായതോടെ കേന്ദ്ര എണ്ണ മന്ത്രാലയം തന്നെ നേരിട്ട് ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തി. സിംഗിൾ ബോട്ടിൽ കണക്ഷൻ ഉള്ളവർക്കും ഡബിൾ ബോട്ടിൽ കണക്ഷൻ ഉള്ളവർക്കും യഥാക്രമം 25ഉം 35ഉം ദിവസത്തെ പുതിയ ലോക്ക് ഇൻ പീരീഡ് വരുന്നു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ചുരുക്കത്തിൽ സിലിണ്ടർ റീഫില്ലിങ്ങിനായി നിലവിലുള്ള സമയക്രമങ്ങൾ അതേപടി തുടരുമ്പോൾ തന്നെ മറ്റ് 5 പ്രധാന കാര്യങ്ങളിലാണ് കടുത്ത നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും നിർണായകമായത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള പ്രദേശങ്ങളിലെ LPG കണക്ഷനുകൾ നിർത്തലാക്കാനുള്ള തീരുമാനമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ LPG ഇറക്കുമതി നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാനാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നത്. നിങ്ങളുടെ താമസ സ്ഥലത്ത് പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണെങ്കിൽ 3 മാസത്തിനകം നിർബന്ധമായും അതിലേക്ക് മാറണമെന്ന ഉത്തരവ് ഈ ജൂണിൽ അവസാനിക്കുകയാണ്. പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യമുണ്ടായിട്ടും LPG സിലിണ്ടറുകൾ തന്നെ കൈവശം വയ്ക്കുന്നത് തുടർന്നാൽ കണക്ഷനുകൾ യാന്ത്രികമായി വിച്ഛേദിക്കപ്പെടും. സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനോടൊപ്പം PNG സൗകര്യം ഒട്ടും ലഭ്യമില്ലാത്ത ഉൾഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് LPG വിതരണം കാര്യക്ഷമമായി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിന്റെ തുടർച്ചയായി ഒരു വീട്ടിലെ ഒരു പാചകവാതക കണക്ഷൻ മാത്രം അനുവദിക്കുന്ന നയം എണ്ണ വിപണന കമ്പനികൾ കർശനമാക്കിയിട്ടുണ്ട്. ഒരേ മേൽവിലാസത്തിൽ LPG സിലിണ്ടറും PNG സിലിണ്ടറും ഒരേ സമയം ഉപയോഗിക്കുന്നത് തടയാൻ കമ്പനികൾ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2 കണക്ഷനുകളും ഒരുമിച്ച് കൈവശം വെച്ചിരിക്കുന്ന ഉപഭോക്താക്കളെ കണ്ടെത്തി അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് LPG കണക്ഷൻ സറണ്ടർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഉപഭോക്താക്കൾക്ക് പുതിയ LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനോ റീഫിൽ ചെയ്യാനോ ഉള്ള അനുവാദം പൂർണ്ണമായും നിഷേധിക്കപ്പെടും. രാജ്യത്തെ പാചകവാതക വിതരണ ശൃംഖലയിലെ ദൗർലഭ്യം പരിഹരിക്കാൻ ഇത്തരം കർശനമായ വിലക്കുകൾ അനിവാര്യമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഭേദഗതി ഉത്തരവിൽ ഗവൺമെന്റ് ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ഒരു ഉപഭോക്താവിന് LPG കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്റെ കൈവശമുള്ള LPG കണക്ഷൻ റദ്ദാക്കുന്നതിനായി 30 ദിവസത്തെ സാവകാശം ലഭിക്കും. ഈ 1 മാസ കാലയളവിനുള്ളിൽ പഴയ കണക്ഷൻ ഔദ്യോഗികമായി അവസാനിപ്പിക്കണം. എന്നാൽ ഭാവിയിൽ ഏതെങ്കിലും കാരണവശാൽ LPG വിതരണത്തിൽ തടസ്സം നേരിടുകയോ താമസം മാറേണ്ടി വരികയോ ചെയ്താൽ പഴയ LPG കണക്ഷൻ എളുപ്പത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള പ്രത്യേക വ്യവസ്ഥയും ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഈ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പാചകവാതക വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി OTP അഥവാ വൺ ടൈം പാസ്വേഡ് അധിഷ്ഠിത ഡെലിവറി സംവിധാനം ജൂൺ മുതൽ പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. സിലിണ്ടർ വീട്ടിൽ എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഡെലിവറി ബോയ്ക്ക് കൈമാറിയാൽ മാത്രമേ സിലിണ്ടർ സ്വീകരിക്കാൻ സാധിക്കൂ. മൊബൈൽ നമ്പർ കൃത്യമല്ലാത്തവർക്കും OTP സന്ദേശം കാണിക്കാൻ സാധിക്കാത്തവർക്കും സിലിണ്ടർ വിതരണം ചെയ്യില്ല. ഇതിലൂടെ പാചകവാതക വിതരണ രംഗത്തെ അനധികൃത മറിച്ച് വിൽപ്പനയും കരിഞ്ചന്തയും ഒരു പരിധിവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബുക്കിംഗുകൾ പരമാവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാക്കാനും ഉപഭോക്താക്കളോട് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എണ്ണ വിപണിയിലെ പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ 99% ആളുകളും ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് നടത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ അനിശ്ചിതാവസ്ഥകളും ഊർജ്ജ പ്രതിസന്ധികളും കണക്കിലെടുത്ത് പരമ്പരാഗത LPG സിലിണ്ടറുകൾക്ക് പകരമായി മറ്റ് മാർഗങ്ങൾ തേടാൻ ജനങ്ങളെ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ വീടുകളിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വ്യാപകമാക്കുന്നത് സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും വിതരണ തടസ്സങ്ങൾ ഒഴിവാക്കാനും ഉപഭോക്താക്കൾ ഈ പുതിയ സുരക്ഷാ നിയമ വ്യവസ്ഥകളോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രദേശത്തെ ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് മൊബൈൽ നമ്പറുകൾ പുതുക്കുന്നതിനും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിനും സമയബന്ധിതമായി ശ്രദ്ധിക്കുന്നത് ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.